ഈ ഫൈനൽ 11 എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ജിജിൻ, അർജന്റീനയിലാണ് മാറ്റം, സ്പെയിനിൽ മാറ്റമില്ല. പക്ഷെ അർജന്റീനയിലെ മാറ്റത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഡീപോളാണ് വരുന്നത്. ഡീപോൾ എന്ന് പറഞ്ഞാൽ തന്നെ മെസ്സിയെ കാക്കാൻ വരുന്നവനാണ്. ദിവിഷ, ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ താരങ്ങളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു. രണ്ട് ടീമുകളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഒരു പക്ഷേ സ്പെയിൻ്റെ ഭാഗത്തു നിന്നില്ല. പക്ഷേ അർജന്റീനയുടെ ഭാഗത്തു നിന്ന് 3 മാറ്റങ്ങളുമായാണ് അർജന്റീന ഇറങ്ങുന്നത്. അർജന്റീനയുടെ സ്ക്വാഡ് എങ്ങനെയാണ്? ഇന്ന് അർജന്റീന ടീമിലാണ് മാറ്റമുള്ളത്. സ്പെയിൻ കഴിഞ്ഞ ഫ്രാൻസിനെതിരെ ജയിച്ച അതേ സ്ക്വാഡിനുമായിട്ടാണ് ഇത്തവണ സ്പെയിൻ ഇറങ്ങുന്നത്. അർജന്റീനയിലാണ് മാറ്റങ്ങൾ വരുന്നത്. 3 കളിക്കാർ വരുന്നുണ്ട് പുതുതായിട്ട്. അതായത് കഴിഞ്ഞ തവണ കളിച്ച പരദേശിനും ജൂലിയാനോ സിമിയോണിക്കും നഹോൽ മൊളിനയ്ക്കും പകരം നിക്കോ ഗോൺസാലസ്, റോഡ്രിഗോ ഡീപോൾ, മോണ്ടിയൽ എന്ന നമ്മൾ ഡീപോളിന്റെ ഒരു രംഗപ്രവേശം കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനലിൽ ഡീപോൾ അവസാന നിമിഷങ്ങളിലാണ് ഇറങ്ങിയത്. ആ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത് ഡീപോളിന്റെ ഒരു രംഗപ്രവേശമായിരിക്കും. ഡീപോൾ ഫസ്റ്റ് 11 തന്നെ ഇറങ്ങുമ്പോൾ അർജന്റീനയുടെ നയം വ്യക്തമാക്കാണ്. ഉറപ്പായും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്പെയിനിന്റെ ഡിഫൻസിനെ അല്ലെങ്കിൽ സ്പെയിനിന്റെ മധ്യനിരയെ എങ്ങനെയെങ്കിലും കീറി മുറിക്കുക, മെസ്സിക്ക് കൂടുതൽ സ്പേസ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഡീപോളിനെ ആദ്യ ലെവലിലേക്ക് സ്കലോണി കൊണ്ടുവരുന്നത്. പിന്നെ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് മെസ്സി ഓടുന്നതിനെക്കാട്ടിയും കൂടുതൽ മെസ്സിക്ക് വേണ്ടി ഓടുന്നത് ഡീപോളാണ് എന്ന രീതിക്ക് നമ്മൾ രസകരമായ കാര്യങ്ങൾ ഈ ലോകകപ്പിന് ഇടയ്ക്ക് തന്നെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീപോളിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉറപ്പായും മധ്യനിരയ്ക്കും അർജന്റീനയുടെ മുന്നേറ്റ നിരക്കിനിടയ്ക്ക് ഒരു ലിങ്ക് പോലെ കണക്ഷൻ കൊടുക്കുന്ന ഒരാളായിട്ട് മെസ്സിയുടെ എഞ്ചിനായി ഡീപോൾ ഈ ഫൈനലിൽ ഉണ്ടാവും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് ഡീപോളിന്റെ എന്തായിരുന്നു ഡീപോളിന് അവിടെ ചെയ്യാൻ കഴിയുന്നത്. അത് ഇത്തവണയും ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. ഉറപ്പായും ഡീപോളും മെസ്സി തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാവുന്നതാണ്. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിൽ നല്ലൊരു ഓഫ് റോഡ് നിന്ന ഡീപോള് മെസ്സിക്ക് വേണ്ടിയാണ് ഇന്റർ മയാമിയിലേക്ക് കൂടുമാറ്റം നടത്തുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തന്നെ അറിയാം. അപ്പോൾ കളിക്കളത്തിൽ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അത്രയും നല്ലതാണ്, അത്രയും മനോഹരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ മെസ്സി ചിന്തിക്കുന്നത് ഒരേ സമയം ഡീപോളിന് റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് പ്ലേയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട് ഡീപോൾ ആക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിൽ. സ്പെയിനിന്റെ ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? സ്പാനിഷ് ടീമിൽ മാറ്റങ്ങളില്ല. ഫ്രാൻസിനെതിരെ ജയിച്ച അതേ ടീമിനെ തന്നെയാണ് സ്പെയിൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉറപ്പായും പ്രതിരോധ കോട്ട കെട്ടുക, മധ്യനിര കളി മെനയുക, എന്നിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുക എന്നതായിരിക്കും സ്പെയിന്റെ തന്ത്രം എന്ന് വിശ്വസിക്കുന്നു. ശൈലിയിൽ മാറ്റമില്ല. അവരതേപോലെ തന്നെ അവരുടെ അതേ ശൈലിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അർജന്റീനയുടെ പ്രതിരോധത്തെ കാട്ടിയും ഉറപ്പായും വലുതാണ് സ്പെയിന്റെ പ്രതിരോധം. അപ്പോൾ ആ സ്പെയിൻ 4-4-2 അതേ ഫോർമേഷൻ അത് തന്നെയാണ് 4-4-2. അപ്പോൾ അർജന്റീനയുടെ 4-4-2 ആണ്, മറ്റേത് 4-2-3-1 സ്പെയിന്റെ ഫോർമേഷൻ. അപ്പോൾ ആ ഫോർമേഷനിൽ തന്നെ കളിക്കുക, ഡിഫൻസിന് മാക്സിമം ആയിട്ട് ആളെ നിർത്തുക. ബസ് പാർക്കിംഗിലേക്ക് പോയില്ലെങ്കിലും സ്പെയിനിന്റെ ബെസ്റ്റ് പാർക്കിംഗ് ആയിരിക്കില്ല. മിഡ്ഫീൽഡിൽ കളി മെനയുക, അർജന്റീനയെ പരമാവധി പ്രതിരോധത്തിലാക്കുക, മെസ്സിയിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക. അതെ, സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിരിക്കും സ്പെയിന്റെ തന്ത്രം. പിന്നെ എനിക്ക് തോന്നുന്നൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടു സ്പാനിഷ് ടീമിലെ ആൾക്കാർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മളുണ്ട്. പെഡ്രോ പോറോ, പിന്നെ നമ്മൾ ഒട്ടും പറയാത്ത ഒരാളുണ്ട് അലക്സ് ബേന, വിങ്ങർ. അവരുടെ പുള്ളി ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഈ ലോകകപ്പിലെ അധികം സംസാരിക്കാത്ത, നമ്മൾ ഒരുപാട് സംസാരിച്ച് കേൾക്കാത്തൊരു പ്ലെയറാണ് അലക്സ് ബേന ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ ഈ ലോകകപ്പ് തന്നു കഴിഞ്ഞു സ്പെയിനിന് വേണ്ടി. അപ്പോൾ അത് വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കാത്ത ആളിൽ കൂടി കളി നിയന്ത്രിക്കാനായിരിക്കും ഇത്തവണ എനിക്ക് തോന്നുന്നു സ്പെയിൻ വിചാരിക്കുന്നത്. പെഡ്രോ പോറോയുടെ കഴിഞ്ഞ ഗോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനോഹരമായ, ആരും പ്രതീക്ഷിച്ചില്ല പെഡ്രോ പോറോ ആ പൊസിഷനിൽ ഉണ്ടാവും. അതുപോലെ ഒരു അവസരം എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ ഉണ്ടാവാം, ഈ ഒരു ഫൈനലിൽ ഉണ്ടാവാൻ തോന്നുന്നു. ഇനോയ് സമോണിനെ ഒരു ഗോൾ മാത്രം വഴങ്ങിയ ഇനോയ് സമോണിനെ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ഗോൾ വല ഭേദിക്കാൻ മെസ്സിക്കും സംഘത്തിനും കഴിയുമോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യ ലെവലിൽ ഹൂലിയൻ അൽവാരസിനെ ഇറക്കിയത് തന്നെ ആ ഒരു ലക്ഷ്യം മുന്നിട്ടുണ്ടായിരിക്കും. മെസ്സി അവിടെ നിൽക്കട്ടെ, മെസ്സി ഗോൾ അടിക്കുമോ അല്ലെങ്കിൽ അസിസ്റ്റ് കൊടുക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ആ ഒരു പൂട്ട് പൊളിക്കുന്ന ആരെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹൂലിയൻ അൽവാരസിന്റെ ഒരു മനോഹരമായ ഗോൾ. ഈ ലോകകപ്പിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗോളുകളിൽ ഒന്നാണ് ഹൂലിയൻ അൽവാരസ് കളിച്ചത്. ബോക്സിന് പുറത്ത് നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ ഒരു മഴവിൽ അഴകിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു ഗോളായിരുന്നു അത്. അപ്പോൾ അതുപോലെ ആ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ലോങ് റേഞ്ചറുകളോ ബുള്ളറ്റ് ഷോട്ട് എടുക്കാൻ കഴിവുള്ള ആളാണ് ഹൂലിയൻ അൽവാരസ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഹൂലിയൻ അൽവാരസ് തന്നെ ആദ്യ ലെവലിൽ ഇറക്കിയത്. ലൗത്തറോ മാർട്ടിൻസ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക അഗ്രസീവായിട്ട്
കുതിച്ച് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ്. ഹൂലിയൻ അൽവാരസ് അങ്ങനെയല്ല, കുറച്ചുകൂടെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് സ്പേസ് കണ്ടെത്തി നല്ലൊരു ഷോട്ട് പറയുന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രീമർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഷോട്ടുകൾ എടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഹൂലിയൻ അൽവാരസ് ഉള്ളത്. മെസ്സി എനിക്ക് തോന്നുന്നു മെസ്സി അവിടെ മെസ്സി അങ്ങ് നിർത്തിയിട്ട് ആ സമയത്ത് മറ്റുള്ളവർക്ക് അവസരം കൊടുത്ത് അവർ ഗോൾ അടിക്കുന്ന തരത്തിലായിരിക്കും അർജന്റീന കളി മെനയുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ദിവിഷ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് കാട്ടുതീയുടെ മുന്നറിയിപ്പുണ്ട്. അതിനു പുറമെ തന്നെ മഴക്കോളുമുണ്ട്. ആ മഴക്കോൾ കാട്ടുതീയെ കെടുത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഏത് ടീമാണ് ആ സ്റ്റേഡിയത്തിൽ തീയായി പടരുക എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. വലിയ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏത് ഭാഗത്ത് നിന്നാണ് ആദ്യം ഗോളടിക്കുന്നത്? ഓരോ ഭാഗ്യ പരീക്ഷണങ്ങളുടേതാണ്. അത് ആദ്യം അർജന്റീന ഗോളടിച്ചാൽ തോൽക്കുമെന്ന് ചില വിശ്വാസങ്ങളുണ്ട്. രണ്ടാമതാണ് അർജന്റീന ഗോളടിക്കുക അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ അവർ തകർത്ത ഒരു ടൂർണമെന്റ് കൂടിയാണ് ഇത്. കാരണം പിറകിൽ നിന്നിട്ട് തിരിച്ചടിച്ച് കയറുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഇത്തവണത്തെ കണ്ടു ഈ ലോകകപ്പിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പാനിഷ് കോച്ച് പറഞ്ഞതുപോലെ ആദ്യം സ്പെയിനാണ് ഗോൾ കണ്ടെത്തുന്നതെങ്കിൽ ഉറപ്പായും അവർ പിന്നെ ശ്രമിക്കുക പ്രതിരോധിക്കാൻ തന്നെയായിരിക്കും. അർജന്റീനയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതെ മാക്സിമം ഡിഫൻസിൽ പോകാൻ തന്നെയായിരിക്കും സ്പെയിൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അർജന്റീനയാണ് ഒരു ലീഡ് കണ്ടെത്തുന്നതെങ്കിൽ അവർ അറ്റാക്കിങ്ങിലേക്ക് ഉറപ്പായും സ്വാഭാവികമായിട്ടും അവർക്ക് അറ്റാക്കിങ്ങിലേക്ക് വരേണ്ടി വരും. ആ സമയത്ത് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ കൗണ്ടർ അറ്റാക്കിംഗ് ഉണ്ടാവാം, അതുവഴി ഗോൾ കണ്ടെത്താം. അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അർജന്റീന ആദ്യ ഗോൾ കണ്ടെത്തുകയാണ്, അറ്റാക്കിംഗ് തുടരുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതുവരെ വളരെ ഒരു ലെവലിലേക്ക് ഉയരാത്ത അർജന്റീനയുടെ പ്രതിരോധം ഇത്തവണ ഉയരുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്പെയിൻ ഗോൾ കണ്ടെത്താൻ വിഷമിക്കും. ദിവിഷ, ഗംഭീര മത്സരം തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിനി 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അഖിൽ പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങളും എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിനാണ് ഇരു ടീമുകളും ഒരുങ്ങിയിരിക്കുന്നത്. കാത്തിരിക്കണം ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. ശരിയാണ്. എന്തായാലും ആവേശകരമായ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാ ഇടങ്ങളിലും. അത്ര നമ്മുടെ ലാലേട്ടൻ സ്റ്റേഡിയത്തിൽ നിന്ന്